ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മടിയൻ ചിക്കൻ ഗ്രില്ല് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഞാൻ പ്രത്യേകിച്ച് റെസിപ്പി പോലെയൊന്നും പറയുന്നില്ല, ജസ്റ്റ് ആ ഒരു കണക്ക് വെച്ചിട്ട് ഞാൻ ഇട്ടേക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഇടാനുള്ള അത്ര ഒരു ഇതില്ല ഇതില്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഞാനപ്പോൾ ഒരു ചിക്കൻ തൈ ലെഗ് ഒന്നിച്ചുള്ള ഒരു പീസാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു കുറച്ച്, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് ഇഷ്ടത്തിനനുസരിച്ച് ഇഞ്ചി കുറച്ചിട്ടാൽ മതി. വെളുത്തുള്ളി ഒരു 2-3 അല്ലി, അതിൽ കൂടുതലും ഇടാൻ കുഴപ്പമില്ല. അത് ചതച്ചിട്ടിട്ടിട്ട് ചിക്കൻ പീസ് നല്ലപോലെ വരയണം. അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, ഇത് ഇത്രയും ഇട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നല്ലപോലെ അതിൻ്റെ നമ്മൾ വരഞ്ഞതിൻ്റെ അകത്തേക്കൊക്കെ കുറച്ച് നല്ലപോലെ ഈ ഇഞ്ചി വെളുത്തുള്ളിന്റെ പേസ്റ്റ് ഒക്കെ നല്ലപോലെ തേച്ച് വെക്കണം. എന്നിട്ട് ഇത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓവനെ OTG നമുക്ക് ഒരു 10 മിനിറ്റ്സ് നല്ലപോലെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച് കഴിയുന്ന സമയത്ത് നമുക്കപ്പോൾ ഇതിന്റെ മാരിനേഷന്റെ സമയവും കൂടി നടന്നോളും. ഞാൻ തനിയെ എടുക്കുന്ന കാരണം ഞാൻ തനിയെ കൈ കൊണ്ടൊക്കെ ഉള്ള ക്ലോസപ്പ് ഒക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ചെറുതായിട്ടൊന്ന് ചീറ്റി പോയിട്ടുണ്ട്. എന്നാലും ചിക്കൻ നല്ലപോലെ നമ്മൾ കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കണം. അത് വരഞ്ഞേക്കുന്ന എല്ലാ ഭാഗത്തേക്കും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഗ്രില്ല് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരമല്ലേ വെക്കുന്നുള്ളൂ. കുറെ നേരം വെക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിലേക്കൊക്കെ നല്ലപോലെ മസാല ഇറങ്ങും. പക്ഷെ ഇത് നമ്മൾ അധികം ഇപ്പൊ പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആവുമ്പോൾ അങ്ങനെ അധികം സമയം കിട്ടില്ല. അപ്പൊ ഈ വരഞ്ഞതിന്റെ അകത്തേക്ക് നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മസാലയൊക്കെ അകത്തേക്ക് മാംസത്തിലേക്ക് പിടിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ജസ്റ്റ് പെട്ടെന്ന് ഒരു മൈൻഡിൽ തോന്നിയതാണ്, പെട്ടെന്ന് ചിക്കൻ കഴിക്കാൻ തോന്നി അങ്ങനെ. അപ്പം പിന്നെ അതിനകത്ത് മെനക്കെടാനൊരു മടി. അപ്പോ OTGയിലൊക്കെ ആവുമ്പോൾ നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് ടൈം വെച്ച് കഴിഞ്ഞാൽ വിളിച്ചോളും. അതുകൊണ്ട് അതാവുമ്പോൾ നോക്കി നോക്കി നിൽക്കണ്ട. അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് കേട്ടോ. അപ്പൊ ഇത് ഞാനിപ്പോ 170 താഴേല് ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ആണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. ആ സെയിം ഡിഗ്രിയിൽ തന്നെ 15 മിനിറ്റ് ആണ്. ഇത് ചൂടായി കഴിയുമ്പോൾ അതിന്റെ ട്രേയിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഗ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടാൻ സൂക്ഷിക്കാട്ടാ. ഞാൻ ഇടയ്ക്കൊക്കെ ഇടും, ഇടയ്ക്കൊക്കെ നമ്മൾ എളുപ്പപ്പണി എന്നൊക്കെ ഓർത്ത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇടയ്ക്ക് കൈയൊക്കെ പൊള്ളാറുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിന്റെ പൊക്കത്തേക്ക് നമുക്ക് ചിക്കൻ വെക്കാം. അപ്പൊ ഇത് ചൂടായതുകൊണ്ട് തന്നെ ഒരു ചെറിയ നമ്മളെ വെക്കുന്ന സൗണ്ടൊക്കെ കേൾക്കും. ചിക്കൻ ചൂടാവുമ്പോൾ ചട്ടിയിലേക്ക് വെക്കുമ്പോൾ ഒരു സിസിൽ സൗണ്ട് കേൾക്കില്ല, അത് കേൾക്കും. എന്നിട്ട് നമ്മളൊരു 15 മിനിറ്റ് 170 ഡിഗ്രിയിൽ വെക്കുക. അത് കഴിഞ്ഞ് അത് മറിച്ചിട്ടിട്ട് പിന്നെ 170 ഡിഗ്രിയിൽ തന്നെ വെച്ചാൽ മതി. മറിച്ചിട്ടിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് വെക്കുക. അപ്പൊ നമ്മുടെ മടിയൻ ചിക്കൻ ഗ്രില്ല് റെഡിയാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക. ഇതിപ്പോ വീട്ടിൽ OTG അല്ലെങ്കിൽ അവനൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇത് നമുക്ക് ജസ്റ്റ് പാനിൽ നോൺ സ്റ്റിക്ക് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നോക്കി നോക്കി നിന്ന് വേവിച്ചാൽ മതി. അടച്ചു വെച്ചിട്ടോ തുറന്നു വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. കുറച്ചുകൂടി നന്നായിട്ട് ഇത് ഫുൾ മീറ്റ് ഒരു ഫുൾ പീസായിട്ട് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഉള്ളിലേക്ക് എന്താ പറയാ വേവിക്കാനൊക്കെ ഉള്ളതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കാം. അല്ലെങ്കിൽ ഗ്രില്ല് പോലെ ആ ഒരു എന്താ പറയാ ക്രിസ്പി എക്സ്റ്റീരിയർ വന്ന രീതിയിൽ ആക്കിയെടുക്കാം. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. താങ്ക്